ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു മണവാളൻ എങ്ങനെയാകാനാണ് നാം ഇഷ്ടപ്പെടുക? സൽസ്വഭാവി, സുന്ദരൻ, സ്നേഹമുള്ളവൻ, ധനമുള്ളവൻ, വിശ്വസ്തൻ, അങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ എന്ന് ഒരു വേള നാം ആഗ്രഹിച്ചു പോകും. പക്ഷേ ഈ ഭൂമിയിൽ അങ്ങനെ ഒരു മണവാളനെ കണ്ടെത്തുക പ്രയാസം. നമുക്ക് തികഞ്ഞ ഒരു മണവാളനുണ്ട്. 45 സങ്കീർത്തനം 2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ നാം ഏതെങ്കിലും രാജാക്കന്മാരായിരിക്കാമെന്ന് സംശയിക്കാം. എന്നാൽ 6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം നിനക്ക് തന്ന സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു, അങ്ങയുടെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനം യേശുവിൻ്റേതാണല്ലോ. സ്നാപയോഹന്നാൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ ഇന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. പൂർണ്ണമായ സന്തോഷം ലഭിച്ച ക്രിസ്തു എന്ന മണവാളൻ്റെ സ്നേഹിതനായിട്ടാണ് സ്നാപയോഹന്നാൻ സ്വയം വിശേഷിപ്പിക്കുന്നത്. യേശു സ്വയം മണവാളനാണെന്നും ആഘോഷപൂർണമായ ജീവിതമാണ് യേശു കൂടെയുള്ളപ്പോൾ ശിഷ്യന്മാർക്കുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഉപവാസത്തെക്കുറിച്ച് ഒരു തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ യേശു പറയുന്നത് കേൾക്കൂ. മത്തായി 9:15. അതിന് മറുപടിയായി യേശു: മണവാളൻ അതിഥികളോടുകൂടെ ഉള്ളപ്പോൾ വിരുന്നുകാർക്ക് വിലപിക്കാൻ കഴിയുന്നത് എങ്ങനെ? മണവാളൻ അവരെ വിട്ടു പിരിയുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. യേശു ഒരു മണവാളനാണെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷ ഒരു വിവാഹാഘോഷം പോലെയാണ്. അവിടെ ഉപവസിക്കേണ്ട കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:2 പറയുന്നത് കേൾക്കൂ: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവിക തീക്ഷ്ണതയുള്ളവനായിരിക്കുന്നു. എന്തെന്നാൽ ഞാൻ ക്രിസ്തു എന്ന ഏക ഭർത്താവിന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കൊരിന്ത്യ സഭയെക്കുറിച്ചാണല്ലോ ഇതെഴുതിയിരിക്കുന്നത്. അപ്പോൾ സഭ ക്രിസ്തു എന്ന മണവാളൻ്റെ മണവാട്ടിയാണ്. രാജാക്കന്മാരുടെ രാജാവിൻ്റെ മണവാട്ടിയാകാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് എത്ര വലിയ ഭാഗ്യമാണ്, ബഹുമതിയാണ്. നീതിമാനായ മണവാളൻ നിർമ്മലയായ മണവാട്ടിയെയാണ് വിവാഹം കഴിക്കുന്നത്. രാജാതിരാജാവും കർത്താവുമായ യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു വധുവിനെ എടുക്കാനാണ്. വധുവിന് വേണ്ടി തൻ്റെ ജീവൻ നൽകി. ആത്മാവിനാലും വചനത്താലും തനിക്കും വധുവിനും വേണ്ടി അവളെ ശുദ്ധീകരിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ആ മണവാട്ടിയുടെ ഭാഗമാണ്. ബൈബിളിലെ വധൂവരൻ പ്രതിച്ഛായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവമക്കൾ ദൈവവുമായുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ അത്ഭുതകരമായ ഒരു ചിത്രമാണ്. ഇന്നത്തെ പോലെയല്ല ബൈബിൾ കാലഘട്ടത്തിൽ വിവാഹം ഒരു കെട്ടുറപ്പുള്ള ശക്തിയായിരുന്നു. വിവാഹ നിശ്ചയം യേശു എന്ന മണവാളനുമായി നടന്നിരിക്കുന്നു. ഇനി വിവാഹമാണ് നടക്കേണ്ടത്. അതിനായി നാം ഒരുങ്ങണം. ശുദ്ധവും മൂടിയുള്ളതുമായ വസ്ത്രം നമുക്ക് വേണം. വെളിപ്പാട് 19:7-9 വരെ വായിക്കുക. നാം ശുദ്ധിയുള്ളവരാകണം. യേശു ക്രിസ്തുവിനോടുള്ള ശുദ്ധീകരണത്തിൻ്റെയും വിവാഹത്തിനുള്ള ഒരുക്കത്തിൻ്റെയും ദിവ്യ പ്രക്രിയയുടെ തുടക്കമാണ് രക്ഷ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നാം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ദിവസത്തിനായി കാത്തിരിക്കണം. നമ്മുടെ മണവാളൻ്റെ തിരിച്ചുവരവിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് മറ്റെന്താണ് നൽകുന്നത്? ഭാര്യാഭർത്താക്കന്മാരുടേതിനേക്കാൾ അടുപ്പമുള്ള മറ്റൊരു മനുഷ്യബന്ധവുമില്ല. ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹത്തെക്കാൾ വികാരഭരിതമായ മറ്റൊരു സ്നേഹവുമില്ല. അതിനാലാണ് മറ്റെന്തിനേക്കാളും ഉപരിയായി വധുവിൻ്റെയും വരൻ്റെയും പ്രതിച്ഛായ ദൈവവുമായുള്ള വിശ്വാസിയുടെ ബന്ധത്തെ ഏറ്റവും അടുപ്പമുള്ളതും വികാരഭരിതവുമായ രീതിയിൽ വിവരിക്കുന്നത്. ഒരു വധുവിൻ്റെ വിവാഹ ദിനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ കർത്താവിനായി കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.